അനുയായികളുടെ ആവേശജ്വാല അണയ്ക്കാൻ ഓർക്കാപ്പുറത്ത് വന്ന മഴയ്ക്ക് പോലും ആയില്ല എന്നതാണ് ഇപ്പോൾ റിക്രിയേഷൻ ക്ലബിലെ പരിസരം നമ്മോട് വിളിച്ചു പറയുന്നത്. കാൽനടയായി അദ്ദേഹത്തിന് അകമ്പടി സേവിക്കാനെത്തി ഒരുപാട് ആളുകൾ പുറത്ത് കാത്തു നിൽക്കുന്നു. പ്രിയപ്പെട്ട സഖാവിന് വിട നൽകാൻ ഒരുങ്ങുകയാണ് ഈ ആലപ്പുഴ പട്ടണം എന്നുകൂടി അറിയുക. നമുക്കറിയാം, ഈ ആലപ്പുഴ നഗരത്തിൻ്റെ ഓരോ ജീവശ്വാസവും അറിയാവുന്ന ജനനായകനാണ് VS അച്യുതാനന്ദൻ. നിങ്ങൾ ഉയർത്തിയ മുദ്രാവാക്യം ഞങ്ങൾ ഈ മണ്ണിൽ ശാശ്വതമാക്കും എന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ടാണ് ഈ സംസ്ഥാനത്തിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്നെത്തിയ പ്രവർത്തകർ അദ്ദേഹത്തിൻ്റെ ഈ മരണാനന്തര ചടങ്ങുകളിൽ പങ്കെടുക്കുന്നത്. അല്പസമയത്തിനകം വലിയ ചുടുകാട്ടിലേക്ക് അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം കൊണ്ടുപോകും. നമുക്കറിയുന്ന VS അച്യുതാനന്ദൻ അധർമ്മത്തിന് എവിടെയൊക്കെ അപജയം ഉണ്ടായോ അവിടെയൊക്കെ VS ഉണ്ടാകും. അധർമ്മത്തിന് എവിടെയൊക്കെ അഭിവൃദ്ധി ഉണ്ടായോ അവിടെയൊക്കെ പോരാട്ടം നടത്താൻ VS ഉണ്ടാകും. ധർമ്മത്തിന് അഭിവൃദ്ധി ഉണ്ടാകുന്ന സ്ഥലമായിരുന്നു എന്നും അദ്ദേഹത്തിൻ്റെ പൊതുജീവിതത്തിലെ ലക്ഷ്യം എന്നുകൂടി നമ്മൾ തിരിച്ചറിയുന്നു. നിഷ്കാമ കർമ്മമായിരുന്നു, ഒന്നും ഫലേച്ഛയില്ലാതെ പ്രവർത്തിക്കുകയായിരുന്നു ഈ പൊതുപ്രവർത്തകൻ്റെ ഏറ്റവും വലിയ ലക്ഷ്യം. ഒരു പൊതുപ്രവർത്തകൻ എങ്ങനെയായിരിക്കണം എന്ന് കമ്മ്യൂണിസ്റ്റുകളെ പഠിപ്പിച്ച ഗുരുനാഥൻ കൂടിയായിരുന്നു VS അച്യുതാനന്ദൻ. കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ പറയുന്നത് പോലെ ജീവിക്കാനായില്ലെങ്കിലും, കമ്മ്യൂണിസ്റ്റ് സൈദ്ധാന്തികർ പറയുന്നത് പോലെ നടക്കാൻ കഴിഞ്ഞില്ലെങ്കിലും എപ്പോഴും തൊഴിലാളി വർഗത്തെ സ്നേഹിക്കുവാനും സാധാരണക്കാരൻ്റെ കണ്ണീരൊപ്പാനും അദ്ദേഹത്തിന് കഴിഞ്ഞു എന്നുള്ളതാണ് അദ്ദേഹത്തെ ഇത്രയധികം പ്രിയങ്കരനാക്കിയത്. ഒരുപക്ഷെ ഇതേപോലെ ജനങ്ങൾ സ്നേഹിച്ച മറ്റൊരു നേതാവ് അടുത്ത കാലത്ത് അന്തരിച്ചിട്ടില്ല എന്ന് വേണമെങ്കിൽ പറയാം. കമ്മ്യൂണിസം എന്ന് പറഞ്ഞാൽ മനുഷ്യ സ്നേഹമാണ് എന്ന സമവാക്യം എപ്പോഴും VSൻ്റെ മനസ്സിലുണ്ടായിരുന്നു. നമുക്കിപ്പം ദിലീപ് കുമാർ കൂടി ചേരുകയാണ്. ദിലീപ് കുമാർ, ഈ അന്ത്യാഭിവാദ്യങ്ങൾ അർപ്പിക്കാനുള്ള ജനങ്ങളുടെ പ്രവാഹം എപ്പോൾ നിലയ്ക്കുമെന്ന് നമുക്കറിയില്ല. എല്ലാ കണക്കുകൂട്ടലുകളും പിഴയ്ക്കുകയാണ്. രാത്രി പുലർന്നു കഴിഞ്ഞു. ഒരുപക്ഷെ സന്ധ്യയായ ഈ സമയത്ത് വലിയ ചുടുകാട്ടിലേക്കുള്ള അദ്ദേഹത്തിൻ്റെ യാത്ര ആരംഭിക്കാൻ സമയം വൈകിയിരിക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം. P. കൃഷ്ണപിള്ളയ്ക്കൊപ്പം രാജ്യം കണ്ട ഏറ്റവും വലിയ കമ്മ്യൂണിസ്റ്റുകൾക്കൊപ്പം അന്ത്യവിശ്രമം കൊള്ളാനുള്ള സമയം ആയി കഴിഞ്ഞു. നമുക്ക് പ്രേക്ഷകരുമായി പങ്കുവയ്ക്കാൻ കഴിയുന്നു. ഒരു മനുഷ്യ സാഗരം തന്നെ ഇപ്പോൾ ആലപ്പുഴയിലെ റിക്രിയേഷൻ ഗ്രൗണ്ടിലേക്ക് ഒഴുകിയെത്തുകയാണ്. തങ്ങളുടെ പ്രിയപ്പെട്ട നേതാവിനെ അവസാനമായി ഒരു നോക്ക് കാണുന്നതിന്, VSന് അന്ത്യാഭിവാദ്യം അർപ്പിക്കുന്നതിന്, അന്തിമോപചാരം അർപ്പിക്കുന്നതിന് ആയിരക്കണക്കിന് ജനങ്ങളാണ് ഇപ്പോഴും ഇവിടെ ഒഴുകിയെത്തിക്കൊണ്ടിരിക്കുന്നത്. അവർ VSനെ ഒരു നോക്ക് കണ്ടു മാത്രമേ തിരിച്ചു പോകൂ എന്ന് ദൃഢനിശ്ചയം ചെയ്തു വന്നവരാണ്. അവർ വരിയായി നിരനിരകളായി ഇതാ VSന് അന്ത്യാഭിവാദ്യം അർപ്പിക്കുകയാണ്. കണ്ണേ കരളെ VS എന്ന മുദ്രാവാക്യം ഇപ്പോൾ കേരളം, അത് നേരത്തെ പല ഘട്ടങ്ങളിലായാണ് കേട്ടതെങ്കിൽ ഇപ്പോൾ തുടർച്ചയായി കേരളം കേട്ടിട്ട് 3 ദിവസമാവുകയാണ്. അന്നു മുതൽ തന്നെ ഈ VS അച്യുതാനന്ദൻ്റെ അന്തരിച്ച VS അച്യുതാനന്ദൻ്റെ നിര്യാണത്തിന് പിന്നാലെ പ്രവർത്തകരുടെ ഒരു ഒഴുക്ക് തുടങ്ങിയതാണ്. അത് പല സ്ഥലങ്ങളിൽ, തിരുവനന്തപുരത്ത് AKG സെൻറ്ററിന് മുന്നിൽ, സെക്രട്ടേറിയറ്റിന് മുന്നിൽ, അദ്ദേഹത്തിൻ്റെ തിരുവനന്തപുരത്തെ വസതിക്ക് മുന്നിൽ, പിന്നീട് അത് വിലാപയാത്ര കടന്നു വന്ന റോഡിന് ഇരുവശവും ഇതേ മുദ്രാവാക്യം വിളികളാണ് ഉയർന്നിരുന്നത്. ഇപ്പോഴിതാ VSന് അന്തിമോപചാരം അർപ്പിക്കുന്നതിന്, അന്ത്യാഭിവാദ്യം അർപ്പിക്കുന്നതിന് എത്രയോ മനുഷ്യരാണ് ഇവിടേക്ക് ഒഴുകിയെത്തിക്കൊണ്ടിരിക്കുന്നത്. വളരെ വൈകാരികമായ രംഗങ്ങൾക്കാണ് ഇവിടം സാക്ഷ്യം വഹിക്കുന്നത്. ഇവിടെ നിന്നാണ് ഇനി VS അച്യുതാനന്ദനെ അദ്ദേഹത്തിന്റെ ഭൗതിക ശരീരം സംസ്കരിക്കുന്നതിന് വേണ്ടി പുന്നപ്രവയലാർ രക്തസാക്ഷികൾ അന്ത്യവിശ്രമം കൊള്ളുന്ന P. കൃഷ്ണപിള്ള ഉൾപ്പെടെ വിവിധ കമ്മ്യൂണിസ്റ്റ് നേതാക്കൾ അന്ത്യവിശ്രമം കൊള്ളുന്ന, ആലപ്പുഴയിലെ മുതിർന്ന കമ്മ്യൂണിസ്റ്റ് നേതാക്കൾ അന്ത്യവിശ്രമം കൊള്ളുന്ന TV തോമസും PT പുന്നൂസും ജോർജ് ചടയമുറിയും അങ്ങനെ നിരവധി നേതാക്കൾ, KR ഗൗരിയമ്മ തുടങ്ങി നിരവധി നേതാക്കൾ, PK ചന്ദ്രാനന്ദൻ ഉൾപ്പെടെ അന്ത്യവിശ്രമം കൊള്ളുന്ന പുന്നപ്രവയലാർ രക്തസാക്ഷികളുടെ മണ്ണിലേക്ക്, ആലപ്പുഴ വലിയ ചുടുകാട്ടിലേക്ക് ഇവിടെ നിന്നാണ് മൃതദേഹം കൊണ്ടുപോകുന്നത്. ഈ ജനസാഗരം പക്ഷേ ഇപ്പോഴടുത്തൊന്നും നിലയ്ക്കുമെന്ന് തോന്നുന്നില്ല. അത്രയേറെ
ദൂരത്തിൽ, അത്രയേറെ ദൈർഘ്യത്തിൽ ഈ മനുഷ്യസാഗരം ഇങ്ങനെ നിരന്നു കിടക്കുകയാണ്. അവർ അന്തിമോപചാരം അർപ്പിക്കുന്നതിന്, അന്ത്യാഭിവാദ്യം അർപ്പിക്കുന്നതിന് ഇങ്ങനെ നിരനിരയായി വന്നുകൊണ്ടേയിരിക്കുകയാണ്. CPIM നേതാക്കൾ, ചിത്തരഞ്ജൻ MLA ഉൾപ്പെടെ നിരവധി നിർദ്ദേശങ്ങൾ നൽകുന്നുണ്ട്. മന്ത്രി സജി ചെറിയാൻ ഉൾപ്പെടെ നിർദ്ദേശങ്ങൾ നൽകുന്നുണ്ട്. പക്ഷേ എന്തൊരു തിരക്കാണിത്! കാരണം അവർക്കെല്ലാം തങ്ങളുടെ പ്രിയപ്പെട്ട നേതാവിനെ അവസാനമായി ഒരു നോക്ക് കാണണമെന്ന ആഗ്രഹമാണുള്ളത്. ആ ആഗ്രഹം, ആ അന്ത്യാഭിവാദ്യം അർപ്പിക്കണമെന്ന ആഗ്രഹം, അങ്ങനെ വരുന്ന ആ ജനതതി അവരിങ്ങനെ ഒഴുകി നീങ്ങുകയാണ്. ഇവിടെ ആലപ്പുഴയിലെ റിക്രിയേഷൻ ഗ്രൗണ്ടിൽ ഈ എണ്ണിയാൽ തീരാത്തത്ര ജനസഞ്ചയമാണ് VSന് അന്ത്യാഭിവാദ്യം അർപ്പിക്കാൻ എത്തിയിരിക്കുന്നത്. കേരളത്തിൽ ഇങ്ങനൊരു രാഷ്ട്രീയ നേതാവിന്, രാഷ്ട്രീയ കേരളം തന്നെ വിട പറയുന്നത് അത്രയേറെ വൈകാരികമായ രംഗങ്ങൾ ബാക്കിയാക്കിയാണ്. ജനങ്ങളുമായി അടുപ്പമുണ്ടായിരുന്ന നേതാക്കൾക്ക് ലഭിക്കുന്ന യാത്രയയപ്പുകൾ, അവർക്ക് യാത്രാമൊഴി നൽകുന്നത് സമീപകാലത്തൊക്കെ നമ്മൾ കണ്ടതാണ്. അങ്ങനെ ഈ ജനകീയരായിരിക്കണം നേതാക്കൾ, അവർ അഴിമതി രഹിതരായിരിക്കണം, അവർ സംശുദ്ധ രാഷ്ട്രീയം ഉയർത്തിപ്പിടിക്കണം എന്നതൊക്കെ ഇനി വരും തലമുറയ്ക്കും അല്ലെങ്കിൽ നിലവിലുള്ള രാഷ്ട്രീയ നേതാക്കൾക്ക്, അവർ ഏത് പാർട്ടിയാകട്ടെ, അവർക്കൊക്കെ നൽകുന്ന ഒരു സന്ദേശം കൂടിയാണ്, അവർക്കൊക്കെ ജനങ്ങൾ നൽകുന്ന ഒരു സന്ദേശം കൂടിയാണ് VSന് നൽകുന്ന ഈ യാത്രാമൊഴി. VS നിർഭയം തൻ്റെ നിലപാടിനു വേണ്ടി നിലകൊണ്ടു. ആ നിലപാട് അത് അഴിമതി രഹിതമായിരിക്കുമെന്നും അത് സംശുദ്ധ രാഷ്ട്രീയത്തിൻ്റെതായിരിക്കുമെന്നും അത് പരിസ്ഥിതിയുടേതായിരിക്കുമെന്നും അത് പ്രകൃതിയുടെ സംരക്ഷണത്തിന് വേണ്ടിയുള്ളതായിരിക്കുമെന്നും എന്ന് തിരിച്ചറിഞ്ഞ ജനത, ആ ജനതയാണ് ഇപ്പോൾ ഇങ്ങനെ അന്ത്യാഭിവാദ്യം അർപ്പിക്കുന്നതിന് VSന് ഇല്ലല്ലോ, VS ഇല്ലാത്ത കേരളമായിരിക്കുമല്ലോ എന്നോർത്ത് അത്രയാധിയോടുകൂടി കടന്നു വരുന്ന ഒരു ജനത. പക്ഷേ അവർക്ക് VS നടത്തിയിട്ടുള്ള പോരാട്ടങ്ങൾ, അത് എണ്ണിയാലൊടുങ്ങാത്ത പോരാട്ടങ്ങൾ അവർക്ക് മുന്നിലുണ്ട്. മതികെട്ടാൻമല കയറാൻ 80-ാം വയസ്സിൽ പോയതായാലും, ജീരകപ്പാറയിലേക്ക് പോയതായാലും, 84-ാം വയസ്സിൽ ശബരിമല സന്നിധാനത്തേക്ക് VS നടന്നു കയറിപ്പോയതായാലും, അങ്ങനെ എത്രയെത്ര സംഭവങ്ങൾ, എത്രയെത്ര ഉദാഹരണങ്ങൾ മലയാളിക്ക് മുന്നിൽ VS നൽകിയിട്ടുണ്ട്. അഴിമതിക്കെതിരായ പോരാട്ടം സുപ്രീം കോടതി വരെ നടത്തിയിട്ടുണ്ട്. സ്ത്രീപീഡകർക്കെതിരായ പോരാട്ടം സുപ്രീം കോടതിയിൽ വരെ VS നടത്തിയിട്ടുണ്ട്. സ്ത്രീപീഡന വിഷയങ്ങളിൽ ഇരകൾക്ക് ആശ്വാസം നൽകുന്നതിന് VS അവരെ സന്ദർശിക്കുകയും അവർക്ക് കരുത്തു പകരുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ കേരളം മറക്കാത്ത എത്രയോ സംഭവങ്ങൾ, കേരളം കണ്ടിട്ടുള്ള എത്രയോ സംഭവങ്ങൾ VS എന്ന ആ രണ്ടക്ഷരക്കാരനിൽ നിന്ന്, VS എന്ന ആ രാഷ്ട്രീയ നേതാവിൽ നിന്ന് കേരളം പഠിച്ച, കേരളം കണ്ട എത്രയോ സംഭവങ്ങൾ. അങ്ങനെ ആ സംഭവങ്ങൾ നെഞ്ചേറ്റിയ ജനതയാണ്, അവരാണ് ഈ യാത്രയയപ്പ് നൽകുന്നത്. ഇങ്ങനെ ഒരു യാത്രയയപ്പ് സമീപകാലത്ത് കേരളം കണ്ടിട്ടുണ്ടാവില്ല. ഈ തലമുറ, ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന പല തലമുറകളിലുള്ളവർ ഇങ്ങനെയൊരു യാത്രയയപ്പ് കണ്ടിട്ടുണ്ടാവില്ല. അത്രയേറെ വികാരനിർഭരമായ യാത്രയയപ്പ്, അത്രയേറെ ജനങ്ങൾ ഒഴുകിയെത്തിയ യാത്രയയപ്പ്. ആ യാത്രയയപ്പ് ജനങ്ങൾ നൽകുന്ന ഈ യാത്രയയപ്പ് അത് എല്ലാ രാഷ്ട്രീയ നേതാക്കളും കണ്ടുപഠിക്കട്ടെ. കാരണം ജനങ്ങളോടൊപ്പം നിൽക്കുന്ന നേതാക്കളെ ജനങ്ങൾ അംഗീകരിക്കും, അവർ നെഞ്ചേറ്റും എന്നതിൻ്റെ ഒരു ഉദാഹരണം കൂടിയാണ് VSന് നൽകുന്ന ഈ യാത്രയയപ്പ്. അതിൽ തലമുറ വ്യത്യാസമില്ല, കുഞ്ഞുങ്ങളെന്നില്ല. അവർ ഒരുപക്ഷെ VSന്റെ പോരാട്ടത്തെക്കുറിച്ച് അത്ര അറിവുള്ളവരായിരിക്കില്ല കുഞ്ഞുങ്ങൾ. പക്ഷേ അവർക്ക് ഒരാവേശം നൽകുന്ന നേതാവായി VS ഇപ്പോൾ മാറിയിരിക്കുകയാണ്. വരും കാലത്തൊക്കെ അവർ VSന്റെ പോരാട്ടത്തെക്കുറിച്ച് അറിയുകയും പഠിക്കുകയും ചെയ്യുമായിരിക്കാം. പക്ഷേ അതിനപ്പുറത്ത് VS നടത്തിയിട്ടുള്ള പോരാട്ടങ്ങൾ കണ്ട തലമുറകളുണ്ട്, യുവാക്കളുണ്ട്, മുതിർന്നവരുണ്ട്. അവരൊക്കെയും ഇവിടേക്ക് ഒഴുകിയെത്തുകയാണ് VSന് അന്ത്യാഭിവാദ്യം അർപ്പിക്കുന്നതിനായി, അവസാനമായി ഒരു നോക്ക് കാണുന്നതിനായി. ഇങ്ങനെ ഒരു നോട്ടം, അവസാനമായി VSനെ ഒരു നോക്ക് കാണുക എന്ന ലക്ഷ്യത്തോടുകൂടി, എന്ന ദൃഢനിശ്ചയത്തോടു കൂടി വന്നിട്ടുള്ള ഈ ജനങ്ങൾ എത്രയോ ഇന്ന് പുലർച്ചെ മുതൽ തന്നെ ഇവിടെ ഈ VSന്റെ ഭൗതിക ശരീരം വരുന്ന വഴികളിലൊക്കെ അത്തരത്തിലുള്ള ജനാവലിയെയാണ് കാണാൻ കഴിഞ്ഞത്. ഇവിടെ തന്നെ ഈ റിക്രിയേഷൻ ഗ്രൗണ്ടിന് പുറത്ത് ഇവിടേക്ക് VSനെ കൊണ്ടുവരുമ്പോൾ നന്നായൊന്ന് VSന് അന്ത്യാഭിവാദ്യം അർപ്പിക്കാൻ കഴിയും എന്ന പ്രതീക്ഷയോടുകൂടി വന്നിട്ടുള്ള എത്രയോ ആളുകളുണ്ട്. അവർ പുലർച്ചയോടുകൂടി തന്നെ വന്ന് അവർ ഈ റിക്രിയേഷൻ ഗ്രൗണ്ടിന് പുറത്ത് നിന്നതാണ്. ചിലരൊക്കെ ഉച്ചയോടുകൂടി തന്നെ അവിടെയൊക്കെ തന്നെ ഇരിക്കുകയും കിടക്കുകയും ഒക്കെ ചെയ്തു. അതിനിടയിൽ തന്നെ പലപ്പോഴും കാലാവസ്ഥ തന്നെ പ്രതികൂലമായി മാറി. ഇടയ്ക്ക് വെയിൽ വന്നു, പലപ്പോഴും ശക്തമായ മഴ വന്നു. അതൊന്നും
ഇവരെ ഈ നിശ്ചയദാർഢ്യത്തോടു കൂടി എത്തിയ ജനത്തെ പിന്തിരിപ്പിച്ചില്ല. അവർ അവിടെ തന്നെ നിലയുറപ്പിച്ചു. അവർ എവിടെയാണോ വന്ന് നിന്നത് അവിടെ തന്നെ നിലയുറപ്പിച്ചു. അവർ എവിടെയാണോ ഇരുന്നത് അവിടെ തന്നെ നിലയുറപ്പിച്ചു. മഴയിൽ ചൂടാൻ അവർക്ക് കുടകൾ ഉണ്ടായിരുന്നില്ല. അവർ നനഞ്ഞ് അവിടെ തന്നെ ഇരുന്നു. അവർക്ക് VS-നെ കാണണം, VS-ന് അന്ത്യാഭിവാദ്യം അർപ്പിക്കണം, തങ്ങളുടെ പ്രിയ നേതാവിനെ അവസാനമായി ഒരു നോക്ക് കാണണം. ഈ ലക്ഷ്യത്തോടുകൂടി, ഈ ആഗ്രഹത്തോടുകൂടി വന്നിട്ടുള്ള വലിയ ജനക്കൂട്ടമാണ്. എണ്ണിയാലൊടുങ്ങാത്തത്ര ജനങ്ങളാണ് ഇവിടേക്ക് ഇപ്പോഴും വന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എപ്പോഴാണ് ഇനി ഇവിടുന്ന് ഈ അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം ആലപ്പുഴ വലിയ ചുടുകാട്ടിലേക്ക് കൊണ്ടുപോകാൻ കഴിയുക എന്നത് സംബന്ധിച്ച് ഇനിയും നമുക്ക് തീരുമാനിക്കാൻ കഴിയില്ല. CPIM-ന്റെ നേതൃത്വത്തിന് ഇപ്പോൾ തീരുമാനിക്കാൻ കഴിയില്ല. കാരണം പുറത്ത് കിലോമീറ്ററുകളോളം നീളത്തിൽ പല നിരകളായി വലിയ ജനസഞ്ചയം കാത്തു നിൽക്കുകയാണ്. അവരുടെ ആഗ്രഹം അങ്ങനെ അവഗണിച്ചതായാലും മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല. VS-നെ കാണുന്നതിന് വേണ്ടി, തങ്ങളുടെ പ്രിയ നേതാവിനെ കാണുന്നതിന് വേണ്ടി ഇങ്ങനെ ജനസഞ്ചയം, ജനസാഗരം